പോലീസിനറിയാം. അനന്ത് പോലീസിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അനന്തുവിൻ്റെ സ്റ്റാഫിൻ്റെ സാന്നിധ്യത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അനന്ത് പോലീസിനോട് എല്ലാം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അനന്തുവിൻ്റെ പേഴ്സണൽ ഡയറിയിൽ ഇതെല്ലാം റെക്കോർഡഡാണ്. പേഴ്സണൽ ഡയറി നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടി വരും. പോലീസിൻ്റെ കയ്യിലുണ്ട്. അത് റെക്കോർഡഡാണ്, ഓൾറെഡി റെക്കോർഡഡാണ്. അനന്ത് പറഞ്ഞ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ഓൾറെഡി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കക്ഷി പറഞ്ഞ എല്ലാ രഹസ്യങ്ങളും എനിക്ക് മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ലല്ലോ. അത് മുഴുവനും അലിഗേഷനല്ല. ഡയറി പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഡയറി അശോകയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് ഞാൻ ഇന്ന് രാവിലെ അനന്തുവിനെ കണ്ടപ്പോൾ അനന്തു എന്നോട് പറഞ്ഞത്. അനന്തുവിൻ്റെ പേഴ്സണൽ ഡയറിയിൽ ഒരുവിധം എല്ലാ രഹസ്യങ്ങളും ഉണ്ട്. അത് മുഴുവൻ പോലീസിനറിയാം. അനന്തു സത്യസന്ധമായി തന്നെ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. പോലീസിനറിയാം. അത് അലിഗേഷനല്ല, എനിക്ക് കിട്ടിയ ഫീസാണ്. 2022 മുതൽ ഞാൻ ചെയ്ത ജോലിയുടെ ഫീസാണ്. എനിക്ക് കൃത്യമായ കണക്കുണ്ട്. അതിലൊരു 4 ലക്ഷത്തോളം കോർട്ട് ഫീസ് അടച്ചതാണ് ഒരു കേസിൽ. ഞാൻ ജയിച്ചൊരു കേസാണ്. പിന്നെ എൻ്റെ കയ്യിൽ കണക്കുണ്ട്, എല്ലാത്തിനും കൃത്യമായ കണക്കുണ്ട്. 40 വർഷമായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. 40 വർഷം സിവിലായും ക്രിമിനലായും ജോലി ചെയ്ത് കേസുകൾ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ജില്ലാ പ്രോസിക്യൂട്ടറും ഗവൺമെൻറ് ലീഡറും ആയിരുന്നു. നർക്കോട്ടിക് കേസുകൾ ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിലെ സ്പെഷ്യൽ GP ആയിരുന്നു. പല ബാങ്കുകളുടെയും സ്ഥാപനങ്ങളുടെയും വക്കീലായിരുന്നു. 40 വർഷവും ഞാൻ ജോലി ചെയ്ത എക്സ്പീരിയൻസ് എനിക്കില്ല. അനന്തുവിന് വേണ്ടി 700 മണിക്കൂറിൽ മേലെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. തയ്യാറാക്കിയ ഒരുവിധം ഒരു 90% MOUസും 100ൽ പരം എഗ്രിമെൻറ്റുകളും ഞാൻ തയ്യാറാക്കിയതാണ്. നോട്ടറൈസ് ചെയ്ത എഗ്രിമെൻറ്റുകളോടെ, പവർ ഓഫ് അറ്റോർണിയോടെ, അതല്ലെങ്കിൽ പ്രോമിസറി നോട്ടുകളിലൂടെ സിവിൽ നേച്ചറിലുള്ള പണമിടപാടുകളാണ്. ക്രിമിനൽ നേച്ചർ ഇല്ല. ചീറ്റിങ് നിൽക്കില്ല. കാരണം ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിലും, ആർക്ക് വാഹനം കൊടുത്തിട്ടുണ്ടെങ്കിലും ലീഗൽ ഒബ്ലിഗേഷനോടെ കിട്ടിയ പണത്തിനും കിട്ടിയ വാഹനത്തിനും രേഖകൾ നോട്ടറൈസ്ഡ് എഗ്രിമെൻറ്റുകളോടെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് പരാതിക്കാരായിട്ട് ക്രിമിനൽ കേസുകൾക്ക് പോകേണ്ടത്. അത് അവർ തന്നെ പരിശോധിക്കേണ്ടി വരും. എല്ലാ എഗ്രിമെൻറ്റുകളുടെയും എണ്ണം എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാൻ, എൻ്റെ ജാതകം ഇങ്ങനത്തെ ആയിരിക്കും. പാർട്ടി എന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് വരെയില്ല. പാർട്ടി എന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് വരെ ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ അവരെല്ലാവരും മാധ്യമങ്ങളിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ പൊതുവേ എന്താ പറയുക, ഒരു ഇഷ്യൂ ഉണ്ടായാൽ എന്നെ വിശ്വസിച്ചവരെയും ഞാൻ വിശ്വസിച്ചവരെയും തള്ളിപ്പറയാത്ത ആളാണ്. ഒരാൾക്കൊരു ദുഃഖം വരുമ്പോൾ തള്ളിപ്പറയുന്നൊരു സ്വഭാവം അത് മനുഷ്യത്വമാണോ? പിന്നെ ഈ ഇത്രയും ലാപ്ടോപ്പുകളും എന്താ പറയുക സ്കൂട്ടറുകളും മനുഷ്യർക്ക് ഉപകാരപ്രദമായ സാധനങ്ങളൊക്കെ കൊടുത്തത് കൊണ്ട് എത്രയോ കുടുംബങ്ങളിൽ അരിമേടിക്കുന്നു. 18,000 പെൺകുട്ടികൾ സ്കൂട്ടർ ഓടിക്കണില്ലേ പകുതി വിലയ്ക്ക് കിട്ടിയത്? എത്ര പേര് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു? എത്ര പേര് തുന്നൽ മെഷീൻ ഉപയോഗിക്കുന്നു? ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളാണ്. ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മറ്റുള്ളവർ കുറ്റം പറയുമ്പോഴും ഞാൻ ഇപ്പുറത്ത് ചെയ്ത നന്മകളെയാണ് ഞാൻ വെയിറ്റേജ് കൊടുക്കുന്നത്. എനിക്കതേ അറിയൂ. അത് പോലീസല്ലേ പറയേണ്ടത്. പോലീസ് പറയണം. എനിക്കെല്ലാം പറഞ്ഞുകൂടാ. ലീഗൽ അഡ്വൈസറാണ്. അത് എനിക്കും ഉണ്ടല്ലോ. എന്നെ ആരൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തെല്ലാം വിളിച്ച് അവിടെയുള്ള ഭാരവാഹികളൊക്കെ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. എൻ്റെ മരുമകളും എൻ്റെ കുട്ടിയും പേരക്കുട്ടിയും എത്ര ദിവസമായി സ്കൂളിൽ പോയിട്ടും പുറത്തു പോയിട്ടും എനിക്കുണ്ടല്ലോ. എന്നെ ആരൊക്കെയോ വിളിച്ച് 1-2 വണ്ണമുള്ള ആളുകൾ, പൊക്കം വണ്ണമുള്ള ആളുകൾ അവിടെ അന്വേഷിച്ച് വരികയും എൻ്റെ ഫ്ലാറ്റ് ചോദിക്കുകയൊക്കെ ചെയ്തെന്ന് അവിടെ കെയർ ടേക്കർ പറയുന്നത് കേട്ടു. അവരാണ് എന്നെ ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എൻ്റെ വേറെ ഫാമിലി മെമ്പേഴ്സ് ആരും എന്നെ കാണാൻ വരുന്നില്ല. വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം ആരെങ്കിലും കയറി അറ്റാക്ക് ചെയ്താൽ പിന്നെ ഞാൻ അതിനും ആൻസർ ചെയ്യണ്ടേ. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് കൊണ്ടും ചെയ്തതെല്ലാം നല്ലതാണെന്ന് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടും എപ്പോഴെങ്കിലും ആത്മാവിനെ ദൈവം എടുത്താൽ പോകണം എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. എൻ്റെ കുട്ടികൾ ഭയപ്പെടുന്നുണ്ട്. ഞാനോ? ഇല്ല, ഞാൻ അത്രത്തോളം പേടിത്തൊണ്ടെത്തിയല്ല. എൻ്റെ പ്രാണൻ എപ്പോൾ എടുക്കണമെന്ന് ദൈവത്തിനല്ലേ അറിയൂ. അത് ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ലല്ലോ.